നമസ്കാരം. വാർത്തകൾ വാസ്തവങ്ങളിലേക്ക് സ്വാഗതം. കനയ്യകുമാർ ഹിന്ദുത്വ ഭീകരവാദികളിൽ നിന്ന് നിരന്തരം ആക്രമണങ്ങളെ നേരിടേണ്ടി വരുന്ന കനയ്യകുമാറിനെ കുറിച്ചാണ്, അദ്ദേഹത്തെക്കുറിച്ചുള്ള വാർത്തകളാണ് നമ്മളിത് പരിശോധിക്കുന്നത്. ഇതിൻ്റെ പശ്ചാത്തലം ഈ കഴിഞ്ഞ ദിവസമാണ് കനയ്യകുമാറിന് നേരെ കയ്യേറ്റ ശ്രമമുണ്ടായത്. അദ്ദേഹം പാർലമെൻറ്റിലേക്ക് മത്സരിക്കുന്ന ഒരു സ്ഥാനാർത്ഥിയാണ്. കോൺഗ്രസിൻ്റെ ഡൽഹിയിൽ നോർത്ത് ഈസ്റ്റ് മണ്ഡലത്തെ പ്രതിനിധാനം ചെയ്തുകൊണ്ട് മത്സരിക്കുന്ന സ്ഥാനാർത്ഥിയാണ് കനയ്യകുമാർ. അദ്ദേഹത്തിന് എതിരെ മത്സരിക്കുന്നത് BJPയുടെ നേതാവായ മനോജ് തിവാരിയാണ്. അദ്ദേഹം അവിടുത്തെ സിറ്റിംഗ് MP ആണ്. തീർച്ചയായിട്ടും സിറ്റിംഗ് MPക്ക് വളരെ കനത്ത ഭീഷണിയാണ് കനയ്യകുമാറിൻ്റെ നേതൃത്വത്തിൽ ആ മണ്ഡലത്തിൽ ഉയരുന്നത്. കനയ്യകുമാർ പ്രസിദ്ധനാണ്, ഒരു പക്ഷേ ലോകപ്രശസ്തനാണ്. അദ്ദേഹത്തിനെതിരെ എടുത്തിട്ടുള്ള നടപടികളുടെയൊക്കെ പേരിൽ ആംനസ്റ്റി ഇൻ്റർനാഷണലൊക്കെ ഇടപെട്ട മനുഷ്യാവകാശ സംരക്ഷണത്തിനായി പ്രവർത്തിക്കുകയൊക്കെ ചെയ്തിട്ടുള്ളതാണ്, നമുക്കറിയാം. അത്തരത്തിലൊക്കെ പ്രശസ്തനായ കനയ്യകുമാർ, എന്തുകൊണ്ടാണ് കനയ്യകുമാർ കണ്ണിലെ കരടാകുന്നത്? 2016 മുതൽ തുടരുന്ന ആക്രമണ പരമ്പരയാണ്. കാരണം വളരെ തീക്ഷ്ണമായി നരേന്ദ്രമോദിയെയും BJPയെയും അവരുടെ ഫാസിസ്റ്റ് നിലപാടുകളെയും ചെറുത്തു തോൽപ്പിക്കുവാൻ അദ്ദേഹത്തിന് കഴിയും. അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങൾ ആയിരക്കണക്കിന് യുവാക്കളെ പ്രചോദനം കൊള്ളിക്കും. പ്രാസംഗികൻ എന്ന നിലയിൽ മാത്രമല്ല, ഒരു നല്ല സംഘാടകൻ എന്ന നിലയിലും തൻ്റെ കഴിവ് തെളിയിച്ചിട്ടുള്ള ഒരു നേതാവാണ് കനയ്യകുമാർ. അധികം പ്രായമില്ല, 1987 അദ്ദേഹം ജനിക്കുന്നത്. ചെറുപ്പക്കാരനാണ്. അത്രയ്ക്ക് വലിയ ഭീഷണിയാണ് മോദിക്കും ഫാസിസത്തിനും ഫാസിസ്റ്റ് സർക്കാരിനുമെതിരെ കനയ്യകുമാർ ഏത് മുന്നണിയിൽ എവിടെ തുടർന്നാലും ചെയ്തുകൊണ്ടിരിക്കുന്നത്. പറയാൻ കാരണം, അദ്ദേഹം ഇന്ന് കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയായിട്ടാണ് മത്സരിക്കുന്നത്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ജീവിതം ആരംഭിക്കുമ്പോൾ അദ്ദേഹം രാഷ്ട്രീയ പ്രവർത്തനം ആരംഭിക്കുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യയിലാണ്, CPI-യുമായി ബന്ധപ്പെട്ടാണ്. എന്ന് മാത്രമല്ല, അതിൻ്റെ നാഷണൽ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗവും ആയിരുന്നു അദ്ദേഹം. വിദ്യാർത്ഥി സംഘടന AISF-ൽ പ്രവർത്തിച്ചിരുന്നു. എന്ന് മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ ചരിത്രം നമ്മളെടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ വളരെ ചെറുപ്പം മുതലേ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുമായി ബന്ധപ്പെട്ട് ജനങ്ങളുടെ, സാധാരണക്കാരുടെ അവകാശങ്ങൾക്ക് വേണ്ടി പോരാടിയിട്ടുള്ളൊരു ചരിത്രമാണുള്ളത്. നമുക്കതിലേക്ക് വരാം. ഇതിനു മുമ്പ് പല പ്രാവശ്യവും അദ്ദേഹത്തിനെതിരെ ആക്രമണങ്ങൾ, 2016 അദ്ദേഹം ഒരു യോഗത്തിൽ DSU എന്ന് പറയുന്ന സംഘടന അഫ്സൽ ഗുരുവിനെ തൂക്കിലേറ്റിയതിൽ പ്രതിഷേധിച്ചുകൊണ്ട്, അനുശോചനം രേഖപ്പെടുത്തിക്കൊണ്ട്, ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് നടത്തിയൊരു യോഗത്തിൽ പ്രസംഗിച്ചു. ആ പ്രസംഗത്തിലെ മുദ്രാവാക്യം വിളിക്കുന്ന ഭാഗങ്ങളും മറ്റും തെറ്റിദ്ധരിപ്പിച്ച് വീഡിയോ ചിത്രീകരിച്ചത് പിന്നെ ഫോറൻസിക് റിപ്പോർട്ടിലുമൊക്കെ വന്നതാണ്. അങ്ങനെയാണ് ABVPയും BJPയുടെ അവിടുത്തെ MPയും മറ്റ് സംഘപരിവാർ വൃന്ദങ്ങളും എല്ലാം ചേർന്ന് അദ്ദേഹത്തെ രാജ്യദ്രോഹ കുറ്റം ചുമത്തി അറസ്റ്റ് ചെയ്യാൻ വേണ്ടി കേസ് കൊടുക്കുന്നത്. രാജ്യദ്രോഹ കുറ്റം ചുമത്തി അറസ്റ്റ് ചെയ്യുവാൻ വേണ്ടി കേസ് കൊടുക്കുന്നത് ഇവരാണ്. ക്യാമ്പസിൽ നിന്ന് അദ്ദേഹത്തെ വലിച്ചിഴച്ച് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്നു. പിന്നീടുണ്ടായ സംഭവങ്ങൾ നമുക്കറിയാം. വളരെ വലിയ പ്രതിഷേധമാണ്. മനുഷ്യച്ചങ്ങലകൾ അധ്യാപകരും വിദ്യാർത്ഥികളും JNUവിൽ തീർത്തു. അദ്ദേഹം അത്തരത്തിലൊരു രാജ്യദ്രോഹ പ്രസംഗം നടത്തിയിട്ടില്ല. എന്ന് മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ നിലപാടുകൾ രാജ്യദ്രോഹപരവുമല്ല. മോദിയെയും ഫാസിസത്തെയും വിമർശിക്കുന്നു എന്നതുകൊണ്ട് ആരും രാജ്യദ്രോഹിയാകുന്നില്ല. ഇത് പിന്നീട് പല പ്രാവശ്യം ഇതിനെക്കുറിച്ചുള്ള സംവാദങ്ങളും ജനകീയ മുന്നേറ്റങ്ങളും ജനങ്ങളുടെ പ്രക്ഷോഭങ്ങളുമൊക്കെ ഉണ്ടായി അദ്ദേഹം അറസ്റ്റിലായിരിക്കുമ്പോൾ തന്നെ. പിന്നീട് അവസാനം അദ്ദേഹത്തെ ജാമ്യത്തിൽ വിടുന്നു. ജാമ്യത്തിൽ ഇറങ്ങിക്കഴിയുമ്പോൾ ഉണ്ടാകുന്ന ജനങ്ങളുടെ സ്വീകാര്യത, ഇതൊക്കെ നമ്മൾ കണ്ടതാണ്. പിന്നെ അദ്ദേഹം പാർലമെൻറ്റിലേക്കൊക്കെ മത്സരിക്കുന്നുണ്ട്. ഏതായാലും അദ്ദേഹത്തിൻ്റെ ഇതിനു മുമ്പ്
ഈ കോടതിയിൽ, പാട്യാല കോടതിയിലാണ് അദ്ദേഹത്തെ 2016 അറസ്റ്റ് ചെയ്ത ശേഷം ഹാജരാക്കുന്നത്. അപ്പോഴും ഇതേ തരത്തിൽ അഭിഭാഷകരുടെ വേഷം ധരിച്ചെത്തിയ സംഘപരിവാർ ഗുണ്ടകൾ അദ്ദേഹത്തെ അവിടെ ഇട്ട് വലിച്ചഴക്കുകയും ആക്രമിക്കുകയൊക്കെ ചെയ്തു. പോലീസിൻ്റെ മുന്നിലിട്ട് പോലീസ് വെറും നോക്കുകുത്തിയായി നിൽക്കുകയായിരുന്നു. അനവധി തവണ കയ്യേറ്റങ്ങൾക്കും ആക്രമണങ്ങൾക്കും ചവിട്ടുകയും തൊഴിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അതിനൊക്കെ വിധേയനായൊരു നേതാവാണ്. എന്തുകൊണ്ടാണ് വാർത്തകൾ, വാസ്തവങ്ങൾ, ഇടതുപക്ഷ രാഷ്ട്രീയ നിലപാടുള്ളൊരു ഇടതുപക്ഷ രാഷ്ട്രീയ നിലപാടുള്ള നമ്മൾ കോൺഗ്രസിന് വേണ്ടി മത്സരിക്കുന്ന കനയ്യകുമാരന് വേണ്ടി പറയുന്നതെന്ന് ചോദിച്ചാൽ, അദ്ദേഹം ആർക്കു വേണ്ടി മത്സരിക്കുന്നു എന്നുള്ളതല്ല. അദ്ദേഹത്തിൻ്റെ നിലപാടുകൾ എക്കാലവും ഫാസിസത്തിനും മോദി സർക്കാരിൻ്റെ ജനവിരുദ്ധ നയങ്ങൾക്കും നടപടികൾക്കും എതിരായിട്ടുള്ളതായിരുന്നു. അതൊരു വാസ്തവമാണ്. അതിനെ നിഷേധിക്കുവാൻ ആർക്കും കഴിയില്ല. അദ്ദേഹം കോൺഗ്രസിൻ്റെ നിലപാടിനോട് യോജിച്ചതിൽ നമുക്ക് പ്രതിഷേധമുണ്ട്. കാരണം അങ്ങനെ നിലകൊള്ളേണ്ടുന്ന ഒരു ആളല്ല അദ്ദേഹം. മാത്രമല്ല, അദ്ദേഹം ജനിച്ച ഗ്രാമം ഒരു ഇടതുപക്ഷ സ്വഭാവമുള്ള, ഇടതുപക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്ക് പ്രാമുഖ്യമുള്ള ഒരു സ്ഥലമാണ്. അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കൾ CPIയുടെ അനുഭാവികളായിരുന്നു. അദ്ദേഹത്തിൻ്റെ അമ്മാവൻ അറിയപ്പെടുന്ന ജമീന്ദാർമാർക്കെതിരെയുള്ള നിലപാട് സ്വീകരിക്കുന്നയാളായിരുന്നു. രൺവീർ സേനയുടെയും ജമീന്ദാർമാരുടെ ആധിപത്യത്തിൻ്റെയും ഒക്കെ കീഴിലാണ് അദ്ദേഹത്തെ പോലുള്ളവർ കഴിഞ്ഞു വന്നത്. മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ വിദ്യാഭ്യാസ കാലത്ത് കോളേജിലൊക്കെ പഠിക്കുമ്പോൾ ഇപ്റ്റ, CPIയുടെ സാംസ്കാരിക വേദിയാണ്, പീപ്പിൾസ് തിയേറ്റർ, ഇന്ത്യൻ പീപ്പിൾ തിയേറ്റർ, അതിൻ്റെ പരിപാടികളിൽ അദ്ദേഹം പങ്കെടുക്കുമായിരുന്നു. ഇപ്റ്റയുമായി അഭേദ്യമായ ബന്ധമുണ്ട്. അങ്ങനെ വളരെ കരുത്തുറ്റ ഒരു ഇടതുപക്ഷ പാരമ്പര്യം, കമ്മ്യൂണിസ്റ്റ് പാരമ്പര്യമുള്ള നേതാവാണ് കനയ്യകുമാർ. അദ്ദേഹം സാമ്പത്തിക നയങ്ങളെയൊക്കെ കാര്യമായ രീതിയിൽ, സാമ്പത്തിക സാമൂഹ്യ മേഖലകളിൽ മോദി സർക്കാർ കൈക്കൊണ്ടിട്ടുള്ള നയങ്ങളെയൊക്കെ വളരെ കാര്യക്ഷമമായി എതിർക്കുകയും ചെറുക്കുകയും തോൽപ്പിക്കുകയും ചെയ്തു. 2021 അദ്ദേഹം കോൺഗ്രസിൽ എത്തുന്നത്. അതിൻ്റെ സാഹചര്യം എന്തുമാകട്ടെ, അത് അദ്ദേഹത്തിനുള്ള സ്വാതന്ത്ര്യമാണ്. നമുക്ക് വ്യക്തിപരമായി അതിനോട് എതിർപ്പുണ്ടെങ്കിൽ പോലും അത് അദ്ദേഹത്തിൻ്റെ നന്മകളെ ഒട്ടും കുറച്ച് കാണിക്കുന്നില്ല. ഇത്രയേറെ തീഷ്ണമായ സമര പാരമ്പര്യവും സമരോജ്വലതയും തന്നെയാണ് കനയ്യകുമാറിനെ ഫാസിസത്തിൻ്റെ കടുത്ത ശത്രുവാക്കി മാറ്റുന്നത്. അതുകൊണ്ടാണവർ ഇപ്പോൾ ഡൽഹി നോർത്ത് ഈസ്റ്റിൽ മത്സരിക്കുന്ന കനയ്യകുമാറിനെ എவ்விധവും മാനസികമായും ശാരീരികമായും ഒക്കെ തളർത്തുക എന്ന ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് അദ്ദേഹത്തിൻ്റെ പ്രസംഗവേദിയിൽ മാലയിടാൻ എന്ന്, പണ്ട് അഭിഭാഷകരായി വേഷം കെട്ടിച്ചെന്നതുപോലെ ഇപ്പോൾ അദ്ദേഹത്തോട് അനുഭാവം പ്രകടിപ്പിച്ചുകൊണ്ട് മാലയിടാൻ എന്ന വ്യാജേന എത്തുകയും അദ്ദേഹത്തെ കയ്യേറ്റം ചെയ്യുകയും ചെയ്തിട്ടുള്ളത്. എന്ന് മാത്രമല്ല, ആ യോഗത്തിൽ ഉണ്ടായിരുന്ന ഒരു കൗൺസിലർ, വനിതാ കൗൺസിലറെ ഛായാ ഗൗരവ് ശർമ്മയോട് വളരെ അപമാനകരമായ രീതിയിൽ അസഭ്യം പറയുകയും ഉണ്ടായി. അവരോടും വളരെ മോശമായ രീതിയിലാണ് ഇവർ പെരുമാറിയത്. അത് മനോജ് തിവാരിയുടെ സംഘത്തിൽപ്പെട്ട ആൾക്കാരാണെന്ന് അപ്പോൾ തന്നെ കോൺഗ്രസ് ആരോപണമല്ല, അവർ വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ തന്നെ അവരുടെ ഫോട്ടോയും വീഡിയോ ചിത്രങ്ങളും ഒക്കെ കയ്യിലുണ്ട്, പറയുകയും പോലീസിൽ കേസ് കൊടുക്കുകയൊക്കെ ചെയ്തു. പക്ഷേ പിന്നെയും ഒത്തിരി സമയമെടുത്ത് വ്യക്തമായ തെളിവുകളൊക്കെ നൽകിയതിന് ശേഷമാണ് പ്രതികളെ അറസ്റ്റ് ചെയ്യുന്നത്. അവർ പറയുന്നത് എന്താണ് ന്യായീകരണം? 2016 അദ്ദേഹം സൈനികരെ അപമാനിച്ചു സംസാരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. കനയ്യകുമാർ 2016 നടത്തിയ പ്രസംഗത്തിൽ സൈനികരെ അവഹേളിച്ച് സംസാരിച്ചു, അതുകൊണ്ടാണ്, അതിനുള്ള മറുപടിയാണ് എന്ന് പറയുന്നു. ആക്രമണത്തിലൂടെ തങ്ങൾ മറുപടി പറയുമെന്ന് അവർ പറയുന്നത് കേൾക്കാം. പലപ്പോഴും അദ്ദേഹത്തിന് വധഭീഷണികൾ തന്നെ ഉണ്ടായിട്ടുണ്ട്, ജയിലിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞതിന് ശേഷവും ഒക്കെ ഇതേ കാരണങ്ങൾ ഒക്കെ പറഞ്ഞുകൊണ്ട്. 2016 കനയ്യകുമാർ JNU സ്റ്റുഡൻസ് യൂണിയൻ പ്രസിഡൻ്റായിരിക്കെ നടത്തിയ പ്രസംഗങ്ങളിലെ പരാമർശങ്ങൾക്കെതിരെയാണ്. കാരണം സൈനികർ എന്നല്ല ആരും വിഗ്രഹങ്ങൾ പോലെ പൂജിക്കപ്പെടേണ്ടവരല്ല, എല്ലാവരും വിമർശനങ്ങൾക്ക് വിധേയരാണ്. ഇന്ത്യൻ സൈന്യം രാജ്യത്തിന് വേണ്ടി സേവനമനുഷ്ഠിക്കുന്നുണ്ട്. നിരവധി ചെറുപ്പക്കാർ
ജീവൻ ബലിയർപ്പിക്കുന്നുണ്ട്. പക്ഷേ അതുകൊണ്ട് ഇന്ത്യൻ സൈന്യം ചെയ്യുന്ന കൊള്ളരുതായ്മകൾ ചൂണ്ടിക്കാണിക്കരുത് എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. സൈന്യത്തിൽ ഒട്ടേറെ മോശം പ്രവണതകളുണ്ട്. ഇന്ത്യയിൽ സ്ത്രീകൾക്കെതിരെ നടന്ന അതിക്രമങ്ങൾക്കെതിരെ സ്ത്രീകൾ തന്നെ നഗ്നയായി സമരം ചെയ്യേണ്ടതായി വന്നിട്ടുണ്ട് ഈ സൈന്യത്തിനെതിരെ, ഇന്ത്യൻ സൈന്യത്തിനെതിരെ. അവരുടെ അധീനതയിലുള്ള പ്രദേശങ്ങളിൽ അവർ വലിയ കയ്യേറ്റങ്ങൾ നടത്താറുണ്ട്. ഇതൊക്കെ വാസ്തവമാണ്. സൈന്യം രാജ്യത്ത് ചെയ്യുന്ന സേവനങ്ങളിൽ നമ്മൾ അഭിമാനിക്കുമ്പോൾ, അതിനെ അഭിനന്ദിക്കുമ്പോൾ, ഇത്തരത്തിലുള്ള മോശമായ പ്രവണതകളുണ്ടെങ്കിൽ അത് ചൂണ്ടിക്കാട്ടുകയും ചെയ്യും. അതിനപ്പുറം കനയ്യകുമാർ തൻ്റെ പ്രസംഗത്തിലൊന്നും തന്നെ ചെയ്തിട്ടില്ല. അത് ഒരിക്കലും രാജ്യദ്രോഹകരമായ ഒരു കാര്യവുമല്ല. അത് രാജ്യത്തെ നേരായി നയിക്കുന്നതാണ്. അദ്ദേഹം കനയ്യകുമാർ തന്നെ പലപ്പോഴും പറയാറുണ്ട്, തൻ്റെ രാജ്യസ്നേഹം എന്ന് പറഞ്ഞ രാജ്യത്തെ ജനങ്ങളോടുള്ള സ്നേഹമാണ്. അവരെ ദ്രോഹിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ഫാസിസ്റ്റ് നയങ്ങളാണ്, കോർപ്പറേറ്റ് നയങ്ങളാണ്. തൻ്റെ യഥാർത്ഥ രാജ്യസ്നേഹം ആ ജനങ്ങളോടുള്ള കടപ്പാടാണ്. അതാണ് താൻ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് വ്യക്തമാക്കിക്കൊണ്ടിരിക്കുന്ന, ഒരു സംശയത്തിനും ഇടയില്ലാത്ത രീതിയിൽ ജനങ്ങളെ ബോധ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു നേതാവ് കൂടിയാണ് കനയ്യകുമാർ. എന്താണ് രാജ്യം, എന്താണ് രാജ്യസ്നേഹം, അത് എത്തരത്തിലാണ് പ്രകടിപ്പിക്കേണ്ടത് എന്നെല്ലാം അദ്ദേഹം ശരിയായ രീതിയിൽ ജനങ്ങൾക്ക് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നു. രാജ്യമെന്നാൽ കുറേ പർവ്വതങ്ങളും നദികളും പുഴകളും ക്ഷേത്രങ്ങളും പള്ളികളുമല്ല, മറിച്ച് ഈ രാജ്യത്തിന് ജീവൻ പകരുന്ന ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് അധ്വാനിക്കുന്ന ജനങ്ങളാണ്. അവരുടെ കഷ്ടപ്പാടാണ് ഈ രാജ്യത്തെ നിർമ്മിക്കുന്നത്. ആ ജനങ്ങളുടെ പ്രശ്നങ്ങൾ എന്തെന്ന് മനസ്സിലാക്കുക, അതിനാണ് രാജ്യസ്നേഹം എന്ന് പറയുന്നത്. എന്നിട്ടത് പരിഹരിക്കുന്നതിന് ഏറ്റവും ശരിയും യുക്തവുമായ മാർഗം സ്വീകരിക്കുക, അവരോടൊപ്പം നിലകൊള്ളുക. ഈ ആധുനിക കാലഘട്ടത്തിലും എന്താണ് അവരുടെ പട്ടിണിയുടെ കാരണം, തൊഴിലില്ലായ്മയുടെ കാരണം, അവരുടെ പോഷകാഹാരക്കുറവ് മൂലം എന്തുകൊണ്ട് ബഹുഭൂരിപക്ഷം ജനങ്ങൾക്കും സ്ത്രീകൾക്കും ദുരിതം അനുഭവിക്കേണ്ടി വരുന്നു? ഇവയൊക്കെ അറിയുകയും, അതാണ് രാജ്യത്തെ അറിയുക. അതിന് പരിഹാരം തേടുവാനുള്ള ശ്രമം നടത്തുന്നത് രാജ്യസ്നേഹിക്ക് മാത്രം കഴിയുന്ന കാര്യമാണ്. ഇതൊക്കെ കനയ്യകുമാറിൻ്റെ പ്രസംഗങ്ങളിൽ അദ്ദേഹം പ്രോജ്വലമായി ജനങ്ങളെ മനസ്സിലാക്കി കൊടുക്കും. ഇതൊക്കെ തന്നെയാണ് അവരുടെ ഭീഷണികൾക്കും കാരണം. ആക്രമണത്തിൻ്റെ സൂത്രധാരകരാരാണെന്ന് ഇപ്പോൾ കണ്ടെത്തി കഴിഞ്ഞിട്ടുണ്ട്. ഈ സൈനികരെ അപമാനിച്ചു എന്നതിൻ്റെ പേരിൽ അദ്ദേഹത്തെ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് കയ്യേറ്റം ചെയ്യുവാൻ ശ്രമിച്ച മനോജ് തിവാരിയുടെ ആൾക്കാരാണത് ആസൂത്രണം ചെയ്തതെന്ന് നേരത്തെ തന്നെ കനയ്യകുമാർ തന്നെ പറഞ്ഞു കഴിഞ്ഞതാണ്. ഇപ്പോൾ അവരെ ആരൊക്കെയാണ് എന്ന് കാണിക്കുന്ന മഷി അദ്ദേഹത്തിൻ്റെ പുറത്തൊഴിക്കുകയും അദ്ദേഹത്തെ കയ്യേറ്റം ചെയ്യുകയും കൂടെ ഉണ്ടായിരുന്ന വനിതാ കൗൺസിലറെ അപമാനിക്കുകയും ചെയ്തിരുന്നവർ ആരൊക്കെയാണ് എന്ന് ഉള്ള വീഡിയോയും മറ്റ് തെളിവുകളും ലഭ്യമായി കഴിഞ്ഞിരിക്കുകയാണ്. ഈ പശ്ചാത്തലത്തിൽ അവരെ എത്രയും പെട്ടെന്ന് മാതൃകാപരമായി കുറ്റങ്ങൾ ചുമത്തി ശിക്ഷിക്കുകയാണ് വേണ്ടത്. അത് ഉണ്ടാവും എന്ന് നമുക്ക് ഇക്കാലത്ത് പ്രതീക്ഷിക്കുക വയ്യ. വലിയ ജനകീയ സമ്മർദ്ദങ്ങളിലൂടെ മാത്രമേ അത് നേടിയെടുക്കാൻ കഴിയുകയുള്ളൂ. ഏതായാലും ഇതൊക്കെ നമുക്ക് വെളിപ്പെടുത്തി തരുന്നത് എന്താണ് ഇന്ത്യയിൽ സംഭവിക്കുന്നത്. എല്ലാ ആത്മവിശ്വാസവും നഷ്ടപ്പെട്ട് BJP കനത്ത വെല്ലുവിളിയെ നേരിട്ടുകൊണ്ട് തങ്ങൾ പറഞ്ഞ ഒരു സംഗതിയും, തെരഞ്ഞെടുപ്പിൽ പോലും ഉറക്കെ പ്രഖ്യാപിച്ച തങ്ങൾക്ക് ഇത്ര നേടും എന്നുള്ള വാഗ്ദാനങ്ങളൊന്നും പാലിക്കുവാൻ കഴിയാതെ ചുരുണ്ടുകൂടി ഒതുങ്ങി പോകുന്ന ഒരവസ്ഥയിലേക്ക് പോവുകയാണ്. അതിൻ്റെ തെളിവാണ് ഈ കയ്യേറ്റങ്ങൾ. ഇതിൽ ഇന്ത്യ അപലപിക്കുക തന്നെ ചെയ്യും. ഇന്ത്യ ഇവർ കാട്ടുന്ന ഓരോ അതിക്രമങ്ങൾക്കും മറുപടി കൊടുക്കുക തന്നെ ചെയ്യും. അത് ഈ തെരഞ്ഞെടുപ്പിലൂടെ വ്യക്തമാവുകയും ചെയ്യുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് വാർത്തകൾ വാസ്തവങ്ങൾ ഇവിടെ അവസാനിക്കുന്നു. ഇന്ന് നന്ദി, നല്ല രാത്രി ആശംസിക്കുന്നു.